അതിൻ്റെ കൂടെ തന്നെ നമുക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? മോൾ സങ്കല്പന. ടീച്ചേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSC സിലബസ് കെമിസ്ട്രിയാണ്. അതായത് UPSC എക്സാമിന് നമ്മളുടെ കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഉള്ളത് എന്നുള്ളത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനുള്ള പ്രാധാന്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണ് ഈ സിലബസിലെ ഓരോ കണ്ടൻറ്റും ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മൾ നല്ലോണം നോക്കി പഠിക്കണം. ആദ്യമായിട്ട് തന്നെ ഫസ്റ്റ് ടോപ്പിക്ക് രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ. നമ്മളെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ. അത് വരുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ആയ മാറ്റങ്ങളുടെ രസതന്ത്രമാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ മാറ്റങ്ങളുടെ രസതന്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് ഭൗതിക മാറ്റങ്ങൾ, രാസമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്നത് താപരാസ പ്രവർത്തനങ്ങൾ പഠിക്കുന്നുണ്ട്, പ്രകാശരാസ പ്രവർത്തനങ്ങൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വൈദ്യുത രാസ പ്രവർത്തനങ്ങളും പഠിക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ വീതം നമ്മൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം എന്തിനു വരുന്നുണ്ട്? നമ്മളെ UPSC എക്സാമിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ഫസ്റ്റ് വരുന്നത് രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങളാണ്. അതിനെക്കുറിച്ച് എന്തെല്ലാമാണോ ആ ചാപ്റ്ററിൽ വരുന്നത് അത് മൊത്തം നമ്മൾ ഈ സിലബസിലെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 മാറ്റങ്ങളുടെ രസതന്ത്രം എന്നുള്ള ചാപ്റ്ററിലാണ് അത് വരുന്നത്. അടുത്തത് ആറ്റത്തിൻ്റെ ഘടന, രാസബന്ധനം. രണ്ടാമത് വരുന്നതാണ് ആറ്റത്തിൻ്റെ ഘടനയും രാസബന്ധനം. അത് സ്റ്റാൻഡേർഡ് 9th ചാപ്റ്റർ 1 ആയ ആറ്റത്തിൻ്റെ ഘടനയാണ്. എന്താണ് ആറ്റം? ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഓക്കെ, ആറ്റത്തിനെ കുറിച്ച് ഒരുപാട് കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. അടുത്തതായിട്ട് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 രാസബന്ധനം. ഈ ടോപ്പിക്കിൽ വരുന്ന 2 ചാപ്റ്റേഴ്സാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. രാസബന്ധനത്തിൽ അയോണിക ബന്ധനം പഠിക്കുന്നുണ്ട്, സഹസംയോജക ബന്ധനമുണ്ട്. നമ്മളുടെ എപ്പോഴും കെമിസ്ട്രിയിൽ അയോണിക ബന്ധനത്തെക്കുറിച്ചും സഹസംയോജന ബന്ധനത്തെക്കുറിച്ചും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ അയോണിക ബന്ധനം, സഹസംയോജക ബന്ധനം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതാണ് ഏതിൽ വരുന്നത്? ഈ രാസബന്ധനത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളവിടെ പഠിക്കണം. അടുത്തത് പീരിയോഡിക് ടേബിൾ, ക്രമാവർത്തന പ്രവണതകൾ. കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ ഏത് എലമെൻ്റ് ആണ്, റൈറ്റ് സൈഡിൽ ഏത് എലമെൻ്റ് ആണ്, അങ്ങനെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്? 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 2 പീരിയോഡിക് ടേബിളും, അതേപോലെ 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. നമ്മൾ ഇലക്ട്രോൺ വിന്യാസത്തിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കറക്റ്റായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ എക്സെപ്ഷണൽ കേസ് പറയുന്ന ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസവും നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ എന്താണ്? ക്രമാവർത്തന പ്രവണതകൾ അല്ലേ? ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പത്തിന് എന്ത് സംഭവിക്കുന്നു, അതേപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ലോഹ സ്വഭാവം, അലോഹ സ്വഭാവം, വിദ്യുത് ഋണത, വിദ്യുത് ധന, ഇതൊക്കെ നമ്മളതിൽ പഠിക്കാനുണ്ട്. അതാണ് എൻ്റെ ക്രമാവർത്തന പ്രവണതകളിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ സിലബസിൽ നമ്മൾ പഠിക്കേണ്ടത് 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 2 പീരിയോഡിക് ടേബിളും, അതേപോലെ 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 3 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും വേണം. അടുത്തത് ലായനികൾ. സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 6 ആണ് ലായനികൾ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കൊളോയിഡ്? അതെപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിതിൽ പഠിക്കുന്നുണ്ട് യഥാർത്ഥ ലായനി പഠിക്കുന്നുണ്ട്, കൊളോയിഡ് പഠിക്കുന്നുണ്ട്, അതേപോലെ സസ്പെൻഷനും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ വരുന്ന വിവിധ തരം ലായനികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ അതിൽ വരുന്നതാണ് നോർമാലിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. ഈ ലായനികൾ എന്നുള്ള ടോപ്പിക്കിൽ വരുന്നതാണ്. അടുത്തതാണ് വൈദ്യുത രസതന്ത്രം. ഓക്കെ, വൈദ്യുത രസതന്ത്രത്തിലെ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 ആണ് ഇതിൽ വരുന്നത്. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 ആണ് ഇതിൽ വരുന്നത്? വൈദ്യുത രസതന്ത്രത്തിൽ വരുന്നത്. ഓക്കെ, വൈദ്യുത രസതന്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് ക്രിയാശീല ശ്രേണികളെ കുറിച്ചാണ്. ഇതിൽ പഠിക്കുന്നത് വൈദ്യുത രസതന്ത്രത്തിൽ പഠിക്കുന്നുണ്ട്. ആ ഓർഡർ, സോഡിയം, പൊട്ടാസ്യം, ലിഥിയം, ആ ഓർഡർ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം.
ഓക്കെ, ആ ഓർഡർ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് അതിൽ ക്രിയാശീലത എങ്ങനെയാണോ വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഓർഡറിൽ നമ്മളങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, അതനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്, ഏതൊക്കെ രാസപ്രവർത്തനങ്ങൾ അവ പങ്കെടുക്കുന്നുണ്ട്, അതൊക്കെയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? വൈദ്യുത രസതന്ത്രത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രിയാശീല ശ്രേണിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്തിന് ചോദിക്കുന്നത്? എക്സാമിന് നമുക്ക് ചോദിക്കുന്നത്. അതിൽ മെർക്കുറിയുടെ ഒരു പ്രത്യേകതയൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട്. അതും അതേപോലെ തന്നെ ബാക്കിയുള്ള എലമെൻറ്റ്സ് ക്രിയാശീലത കൂടിയതും കുറഞ്ഞ ക്രിയാശീലതകളും ക്രിയാശീലത ഏറ്റവും കുറഞ്ഞ മൂലകങ്ങളെ കുറിച്ചൊക്കെ നമ്മളതിൽ കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. അടുത്തത് വാതക നിയമങ്ങൾ. വാതക നിയമങ്ങൾ വരുന്നത് സ്റ്റാൻഡേർഡ് 10th ചാപ്റ്റർ 4 വാതക നിയമങ്ങളും മോൾ സങ്കല്പനവുമാണ്. അത് നമ്മൾ പഠിക്കുന്നതിൽ വാതക നിയമങ്ങളിൽ നമുക്ക് വരുന്നത് എന്തൊക്കെയാണ്? ബോയിൽസ് ലോ വരുന്നുണ്ട്, ചാൾസ് ലോ വരുന്നുണ്ട്, അവഗാഡ്രോസ് ലോ വരുന്നുണ്ട്. അത് നമ്മൾ പഠിക്കുന്നത് നമ്മൾ എന്താണ് കുറേ എക്സ്പെരിമെൻറ്റിലൂടെയും കുറേ ഉദാഹരണങ്ങളിലൂടെയൊക്കെയാണ് നമ്മളത് പഠിക്കുന്നത്. ഓക്കെ, ആ വാതക നിയമത്തിൽ ബോയിൽ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് അക്വേറിയത്തിൽ നിന്നുള്ള മുകളിലേക്ക് വരുന്ന വായുകുമിളകൾ മുകളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കൂടി പൊട്ടിപ്പോകുന്നതും, പിന്നെ ഒരു ബലൂണ് വീർപ്പിച്ച് നമ്മൾ വെയിലത്ത് വെക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ബലൂണ് പൊട്ടിപ്പോകുന്നതും, പിന്നെ ബലൂണിൽ നമ്മൾ കാറ്റ് നിറയ്ക്കുന്നതും, അതെല്ലാം നമ്മൾ ഈ ലോകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊക്കെ PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അതെല്ലാം ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? വാതക നിയമങ്ങൾ എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? മോൾ സങ്കല്പനം. ഓക്കെ, നമ്മൾ കെമിസ്ട്രിയിലെ മാത്സ് എന്ന് പറയുന്ന കാര്യമാണ് എന്ത്? മോൾ സങ്കല്പനം. ഓക്കെ, മോൾ സങ്കല്പനത്തിൽ എന്തൊക്കെയാണോ നമ്മൾക്കതിൽ ചെയ്യാനുള്ളത് അവഗാഡ്രോ നമ്പർ വെച്ചിട്ടും അതേപോലെ തന്നെ 22 STPയിലെ വോളിയം ഒക്കെ കാണാൻ വരുന്നത് ഏതിലാണ്? മോൾ സങ്കല്പനത്തിലാണ് നമുക്ക് വരുന്നത്. അടുത്തത് രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അതാണ് അടുത്ത ടോപ്പിക്ക്. അത് വരുന്നത് 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 5 രാസഗതികത്തിലാണ്. 9th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 5 രാസഗതികത്തിലാണ് എന്ത് വരുന്നത്? രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏതും കൂടി പറയുന്നുണ്ട്? ലേ ഷാറ്റ്ലിയർ തത്വം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ലേ ഷാറ്റ്ലിയർ തത്വം അനുസരിച്ച് സന്തുലനാവസ്ഥയിലുള്ള ഒരു വ്യൂഹത്തിൻ്റെ ഗാഢത, മർദ്ദം, ഊഷ്മാവ്, ഇതാണ് നമ്മൾക്ക് ഇവിടെ എന്താണ് സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഗാഢത, മർദ്ദം, ഊഷ്മാവ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനൊരു മാറ്റം ഉണ്ടായാൽ വ്യൂഹം ആ മാറ്റം മൂലം ഉണ്ടാകുന്ന ഫലമില്ലായ്മ ചെയ്യുന്നതിന് എന്ത് നടത്തുന്നുണ്ട്? ഒരു പുനർക്രമീകരണം നടത്തുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ എന്ത് പഠിക്കുന്നത്? രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്. അത് സ്റ്റാൻഡേർഡ് 9th ചാപ്റ്റർ 5 രാസഗതികത്തിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തതാണ് ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. അത് വരുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 13 ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങളിലാണ് അതുള്ളത്. നമ്മൾ ചെറുപ്പകാലത്തിൽ തൊട്ട് പഠിക്കും. ചെറുതിലെ ക്ലാസ്സുകളിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ആസിഡ്, ആസിഡിൻ്റെ പ്രത്യേകതകൾ എന്ത്, ആസിഡ് ലിറ്റ്മസ് പേപ്പറിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത്, അതേപോലെ ബേസ് എന്ത്, ബേസിൻ്റെ പ്രത്യേകതകൾ എന്ത്, എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആസിഡായിട്ടുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ആ സബ്സ്റ്റൻസിനെ ആസിഡ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ആ സബ്സ്റ്റൻസിനെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ എപ്പോഴും PSCക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ത്, ന്യൂട്രൽ ഓക്സൈഡുകൾ എന്ത്, അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ pH മൂല്യം, അതൊക്കെ ഏതിൽ വരുന്നതാണ്? ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ എവിടേക്കൊക്കെയാണ് നമ്മൾ അസിഡിറ്റി, ന്യൂട്രലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്? മണ്ണിൽ കുമ്മായം ചേർക്കുന്നത് എന്തിന്? മണ്ണിൽ അലൂമിനിയം സൾഫേറ്റോ അല്ലെങ്കിൽ അമോണിയം സൾഫേറ്റോ നമ്മൾ ചേർക്കുന്നതിന്. ഇതൊക്കെ നമ്മൾക്ക് വരുന്നത് ഈ ചാപ്റ്ററിൻ്റെ കീഴിൽ. അതൊക്കെ എപ്പോഴും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ വിവിധ പദാർത്ഥങ്ങളുടെ pH, അതൊക്കെ നമ്മൾ PSCയിലെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അതൊക്കെ വരുന്നത് ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ്. ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. പിന്നെ ലവണങ്ങളിൽ നമ്മൾ ലാബിൽ നമ്മൾ കുറച്ച് ലവണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലോറൈഡ് അയോൺ ഉണ്ട്, സൾഫേറ്റ് അയോൺ ഉണ്ട്, നൈട്രേറ്റ് അയോൺ ഉണ്ട്, കാർബണേറ്റ് അയോൺ ഉണ്ട്. ഈ അയോണുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ ലാബിൽ കണ്ടെത്തുന്നത്, ആ രീതികളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വർഷത്തെ മാറി വന്ന ടെക്സ്റ്റ് ബുക്കാണ് 8th സ്റ്റാൻഡേർഡ്. അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എന്തിനു വരുന്നതാണ്? നമ്മളെ സിലബസിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അടുത്തത് ലോഹങ്ങളും ലോഹ നിർമ്മാണവും. ഓക്കെ, അത് വരുന്നത് 8th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 6
ലോഹങ്ങളും അലോഹങ്ങളും ഉണ്ട്. അതേപോലെ 10th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 6 ലോഹങ്ങളാണ്. ഓക്കെ, ഈ ലോഹങ്ങളും ലോഹ നിർമ്മാണം നമ്മൾ ആദ്യം തന്നെ ലോഹങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് പറയുന്നുണ്ട്. ലോഹങ്ങൾക്ക് ഒരുപാട് സവിശേഷതകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മാലിയബിലിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി ഉണ്ട്, സൊണോറിറ്റി ഉണ്ട്, ലോഹദ്യുതി ഉണ്ട്, മീൻസ് കാഠിന്യമുണ്ട്. അങ്ങനെ ഒരുപാട് ലോഹങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ലോഹത്തിൻ്റെ താപചാലകത, വൈദ്യുത ചാലകത, അങ്ങനത്തെ പ്രത്യേകതകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ദ്രവണാംഗം കൂടിയ ലോഹം, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ലോഹങ്ങൾ എന്നുള്ളതിൽ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ്. അതേപോലെ തന്നെ ഇതിൽ വരുന്നതാണ് ലോഹ നിർമ്മാണം, മെറ്റലർജി, ലോഹ നിഷ്കർഷണം എന്താണ്. അതിൽ തന്നെ ഏറ്റവും PSCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് എന്ത്, കാൽസിനേഷൻ എന്താണ്, റോസ്റ്റിംഗ് എന്താണ്. ഈ കഴിഞ്ഞ എക്സാമിൽ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയിരുകളുടെ സാന്ദ്രണത്തിൽ പെടാത്ത രീതി ഏത്. അപ്പോൾ അതിലുള്ള ലോഹ നിഷ്കർഷണത്തിലുള്ള സ്റ്റെപ്പുകളൊക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയിരുകളുടെ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, ലോഹ ശുദ്ധീകരണം, അതെല്ലാം ഇമ്പോർട്ടൻറ്റ് PSCയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു കാറ്റഗറിയാണ്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്, കാൽസിനേഷനും റോസ്റ്റിങ്ങും. അതൊക്കെ ഏതിൽ വരുന്നതാണ്, ഈ ലോഹങ്ങൾ ലോഹ നിർമ്മാണം എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, അത് വരുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 ലോഹങ്ങളും അലോഹങ്ങളും, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 ലോഹങ്ങളിലാണ് വരുന്നത്. ഓക്കെ, അടുത്തതാണ് അലോഹ സംയുക്തങ്ങൾ. അലോഹ സംയുക്തങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ട് വരുന്നത് 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 6 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററിൽ തന്നെ ലോഹങ്ങളും അലോഹങ്ങളാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. അതേപോലെ തന്നെ 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 അലോഹങ്ങളാണ്. അലോഹങ്ങളുടെ പ്രത്യേകത നമ്മൾ നേരത്തെ എപ്പോഴും നമ്മൾ അലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ലോഹങ്ങളുടെ പ്രത്യേകതകളായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്തു പറയുന്നത്, അലോഹങ്ങളെ പറയുന്നുണ്ട്. ആ അലോഹങ്ങളുടെ പ്രത്യേകതയും നമ്മൾ ഏതിൽ പറയുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതാണ് എന്ത്, അലോഹ സംയുക്തങ്ങൾ. ഓക്കെ, അടുത്ത നമ്മളെ ലാസ്റ്റ് ടോപ്പിക്ക് ഓർഗാനിക് കെമിസ്ട്രി അല്ലേ. ഓർഗാനിക് കെമിസ്ട്രി ഇല്ലാതെ ഒരെന്തില്ല, നമ്മളുടെ കെമിസ്ട്രി ഇല്ല അല്ലേ. അപ്പോൾ ഓർഗാനിക് സംയുക്തങ്ങൾ, നാമകരണം, ഐസോമെറിസം, രാസപ്രവർത്തനം, ഇതാണ് നമ്മളെ കെമിസ്ട്രിയിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്ക്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും അതിൽ വരുന്ന ചാപ്റ്റേഴ്സാണ് 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8 ആയ കാർബണിക രസതന്ത്രം, അതേപോലെ 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1 ആയ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും, അതേപോലെ തന്നെ ചാപ്റ്റർ 2 ആയ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. ഇതിൽ നമ്മൾ ഓർഗാനിക് സംയുക്തങ്ങളുടെ ഐസോമെറിസത്തിന് വിവിധ തരത്തിലുള്ള ഐസോമെറിസങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് കാർബണിക രസതന്ത്രം, നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 8 എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നാൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങളെല്ലാം വരുന്നുണ്ട്. അഡീഷൻ രാസപ്രവർത്തനം എന്ത്, ആദേശ രാസപ്രവർത്തനങ്ങൾ, അങ്ങനെ ഒരുപാട് രാസപ്രവർത്തനങ്ങളെ കുറിച്ചും ഏതിൽ പറയുന്നുണ്ട്, നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ ജ്വലനം, അതേപോലെ തന്നെ ആദേശ രാസപ്രവർത്തനങ്ങൾ, അഡീഷൻ രാസപ്രവർത്തനം, ഇതൊക്കെ എപ്പോഴും എന്താണ് PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ ഐസോമെറിസം, വിവിധ തരത്തിലുള്ള ഐസോമെറിസങ്ങളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് എന്തുള്ളത് കെമിസ്ട്രിയിലെ സിലബസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോരോ ടോപ്പിക്കും കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി നമ്മൾ നോട്ട് ഉണ്ടാക്കി പഠിക്കുക. കറക്റ്റായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പഠിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓരോ ടോപ്പിക്കിലും മെയിൻ പോയിന്റ്സ് ആണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് എന്താണ് പഠിക്കുക. ഓക്കെ, താങ്ക് യു.